ആക്രമണത്തിന്റെ സാധ്യത അങ്ങനെ അങ്ങ് നിസ്സാരവൽക്കരിക്കരുത്. ഇപ്പൊ ഗവർണറുടെ ഒരു ചുവടുവയ്പ്, അതിന്റെ തലനാരിഴ കീറി നിങ്ങൾ വലിയ താല്പര്യത്തോടെ ഇപ്പോൾ വിശകലനം ചെയ്യുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ അവകാശം എന്ത്, ഗവർണർക്ക് ഭരണഘടനാപരമായി കിട്ടുന്ന അധികാരങ്ങൾ എന്ത്, അതിൽ ആരാണ് മറികടന്നിരിക്കുന്നത്, അത് മറികടന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും എന്തിന് വിധേയപ്പെട്ടു പോയി നിൽക്കുന്നു, ഇതൊക്കെ നിങ്ങൾ വിലയിരുത്തുകയാണ്. പക്ഷേ അതേ നിങ്ങൾ തന്നെ പറയുകയാണ്, ഈ റിമോട്ട് ഭരണം നടത്തുന്ന RSSന്റെ ഒരു നേതാവ് വളരെ ഗൗരവത്തോടെ ഡൽഹിയിൽ വാർത്താ സമ്മേളനം നടത്തി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ചു പോകുമ്പോൾ ഇവിടെ റിയാസ് പറയുകയുണ്ടായി കണക്കെടുക്കണോ എന്ന്. ഇന്ന് കോടിയേരി പറഞ്ഞ കണക്ക് 70-ന് ശേഷം 213 പേർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇവിടെ ഈ ദത്താത്രേയ എടുത്തിരിക്കുന്ന കണക്ക് 48 മുതലാണ്. 48 ജനുവരിയിൽ ഗോൾവാൾക്കറിന്റെ ഒരു പരിപാടി തടസ്സപ്പെടുത്തുന്ന അന്നു മുതലുള്ള കണക്കെടുക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഈ ദത്താത്രേയ വിശേഷിപ്പിക്കുന്ന 69-ൽ ഈ വാടിക്കൽ രാമകൃഷ്ണനെ കൊല ചെയ്തതിലെ ഒരു പ്രതിയാണ് ഞങ്ങളെ വിളിച്ചത്. എന്നിട്ട് മുഖ്യമന്ത്രിയല്ലേ, സമാധാനത്തോട് ഞങ്ങളും ബാധ്യതപ്പെട്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് പോകുന്നു എന്ന മട്ടിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചിത്രീകരണം വരുന്നത്. അതിൽ ഗവർണർ അതുകൊണ്ട് പെട്ടെന്നങ്ങ് ഇടപെട്ട് അദ്ദേഹത്തിന് ഇല്ലാത്ത അധികാരം അങ്ങ് പ്രയോഗിക്കുകയല്ല. ഇതിനെ കണ്ണികൾ ചേർത്ത് തന്നെ കാണണം ശ്രീ വാഴക്കൻ. മാത്രമല്ല, അങ്ങ് പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇതിൽ ആർക്ക് വേണമെങ്കിലും ഒരു ഗവേഷണ പ്രബന്ധം തന്നെ നൽകാവുന്ന അത്രയും അവഗാഹത്തോടെ ഇതെങ്ങനെയാണ് ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കാൻ കഴിയുക, എങ്ങനെ സംസ്ഥാനങ്ങളെ പിരിച്ചുവിടാൻ കഴിയും എന്നത് തെളിയിച്ചിട്ടുള്ളവരല്ലേ നിങ്ങൾ? അല്ല, ഞാനിവിടെ ഒരു കാര്യം പറയാം. ഗവർണർ ഇവിടെ വിളിച്ചിട്ടുള്ളത്, ഗവർണർ വിളിക്കാൻ അധികാരമില്ല എന്ന് തന്നെയാണ് ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ പിണറായി വിജയൻ പോയിരുന്നു. ഞാൻ അതാണ് പറഞ്ഞിട്ടുള്ളത്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പുറമേ പറയുന്ന ധീരതയൊന്നും അല്ലാതെ ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിലൊന്നും ചെറുത്ത് നിൽക്കാനുള്ള കെൽപ്പൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ വിളിച്ചപ്പോൾ അവിടെ പോയിരിക്കുകയും പിറ്റേന്ന് രാവിലെ RSSകാരുമായി സംസാരിച്ചു കൊള്ളണമെന്ന് ഗവർണറുടെ ഡയറക്ഷൻ വന്നപ്പോൾ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ RSSകാരെ വിളിച്ച് റൂമിനകത്ത് കയറ്റി ഇരുത്ത് വർത്തമാനവും പറയിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലൊരു മുഖ്യമന്ത്രി ബംഗാളിലുണ്ടല്ലോ. അവിടെ മമതാ ബാനർജി ഗവർണറെ വിളിച്ചപ്പോൾ വേറെ ജോലി നോക്കാനാണ് പറഞ്ഞത്. ഗവർണർ എന്നെ ഭീഷണിപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ആ പറയാനുള്ള ആർജവം കാണിച്ചല്ലോ. ആ ആർജവം എന്താ ഇവിടെ പിണറായി വിജയന് കാണിക്കാൻ കഴിയാതിരുന്നത്? ഇവിടെ ഇവർക്ക് പ്രചരണപരമാണ്. ഈ രണ്ട് കൂട്ടരും പ്രചരണപരമായി BJP എതിർക്കാൻ CPM എന്നും CPMനെ എതിർക്കാൻ BJP എന്നുമുള്ള ഈ രണ്ട് കൂട്ടരും നടത്തുന്ന പ്രചരണമാണ്. പിന്നെ കൊലപാതകത്തിൻ്റെ കുറേ കണക്ക് പറഞ്ഞല്ലോ. കൊലപാതകത്തിൻ്റെ കണക്കുകൾ എൻ്റെ കയ്യിലിപ്പോൾ കണക്കില്ല. കേരളത്തിൽ CPM നടത്തിയിട്ടുള്ള BJP ഇവർ തമ്മിൽ വെട്ടിക്കൊന്നിട്ടുണ്ട് RSSകാരും കുറേ പേര്. പക്ഷേ CPM മറ്റുള്ളവരെ, സ്വന്തം പാർട്ടിയിലുള്ളവരെ, നമ്മൾ TP ചന്ദ്രശേഖരൻ ഉൾപ്പെടെ എത്ര ആളുകളെ അവർ വെട്ടിക്കൊന്നിരിക്കുന്നത്. കൊലപാതകം പോട്ടെ, മരിക്കാതെ ജീവച്ഛവമായി ജീവിച്ചിരിക്കുന്നവരുടെ എണ്ണം പറഞ്ഞാൽ ലക്ഷങ്ങൾ കാണും. CPMും അതിൻ്റെ പോഷക സംഘടനകളും അതിൻ്റെ മറ്റു സംഘടനകളും ചേർന്ന് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും മേലെ നടത്തിയിട്ടുള്ള കടന്നാക്രമണങ്ങൾ അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭരണം കൂടി കിട്ടിയാൽ പിന്നെ അഹങ്കാരമാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, RSS ശരി BJPക്കെതിരെ ആക്രമിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിന് അധികാരം ഇരിക്കുന്ന പാർട്ടിയല്ലേ? പോലീസിൻ്റെ അധികാരവും CPMൻ്റെ കയ്യിലല്ലേ? നിങ്ങൾ അവിടെ വെച്ച് ഈ സർക്കാരിൻ്റെ സംവിധാനം ഉപയോഗിച്ച് അവിടെ വെച്ച് അവസാനിപ്പിക്കാനുള്ള ശ്രമമല്ല നടത്തേണ്ടത്. കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനുള്ള ശ്രമമല്ല നടത്തേണ്ടത്. അതല്ലാതെ ക്രിമിനൽ സംഘങ്ങളെ അഴിച്ചുവിട്ട് സംസ്ഥാനത്ത് BJPയെ നേരിടാൻ ഇതാ ഞങ്ങളെ ഉള്ളൂ എന്നുള്ള ഒരു തെറ്റായ പ്രചരണങ്ങൾ നടത്തി രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനപ്പുറത്ത് എനിക്ക് ഈ CPMൻ്റെ ഈ നടത്തുന്ന ഈ ജൽപ്പനങ്ങളിൽ എനിക്ക് ഒരു വിശ്വാസവുമില്ല. ഇവിടെ RSSും CPMും രണ്ട് കൂട്ടരും പരസ്പരം ആലോചിച്ച് നടത്തുന്ന ഒരു ചക്കളത്തിൽ പോരാട്ടം മാത്രമാണ് കേരള ജനതയെ കബളിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ശ്രീ സണ്ണി എം കബിക്കാട് ദത്താത്രേയ പറയുകയാണ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നടപ്പാക്കണം. കോടിയേരി ഇവിടെ ഇരുന്ന് പറയുകയാണ് അങ്ങനെ പിരിച്ചുവിടാൻ പോവുകയാണെങ്കിൽ പിരിച്ചു വിട്ടുകൊള്ളൂ, ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട എന്ന്. ഇങ്ങനെ ഒരു ദത്താത്രേയും ഒരു കോടിയേരിയും തീർപ്പ് കൽപ്പിക്കേണ്ട വിഷയമാണോ ഇത്? കാരണം ഇത് ഈ നാഗ്പൂരിലോ AKG സെൻറ്ററിലോ അല്ലെങ്കിൽ AKG ഭവനിലോ ഇരുന്ന് നിശ്ചയിക്കേണ്ടതല്ല. രാഷ്ട്രപതി ഭരണം പോലെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീരസ്യത്തിന് വേണ്ടിയുള്ള വാദം ആയി ഉയർത്തേണ്ടതുമല്ല ഇത്. കാരണം ഒരു ജനതയുടെ ജനാധിപത്യ അവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അതിൻ്റെ മൊത്തക്കച്ചവടം കോടിയേരിയോ ദത്താത്രേയോ ഏറ്റെടുക്കേണ്ട, അല്ലെങ്കിൽ CPMോ RSSോ ഏറ്റെടുക്കേണ്ട. നമ്മുടെ നാളത്തെ ഭരണ സംവിധാനം ഭരണീയരായിരിക്കുന്നവർ എന്ന നിലയിൽ നാം തിരഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ ജനാധിപത്യ അവകാശം ഉപയോഗിച്ചുകൊണ്ട്.
അത് ഏതെങ്കിലും വിഭാഗത്തിന് പെട്ടെന്ന് തോന്നുന്ന ഒരു വിപൽ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങ് നിഷേധിച്ചു കളയാം എന്ന നിലയിൽ കാണേണ്ട ഒന്നാണോ ശ്രീ സണ്ണി എം കബിക്കാട്? ഇക്കാര്യത്തിൽ രണ്ട് കാര്യങ്ങളാണ് നാം പ്രധാനമായും എടുക്കേണ്ടത്. അതിലൊന്ന്, കേരളത്തിലൊരു രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് RSSൻ്റെ നേതാവാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിന് തക്കതായ ചില കാരണങ്ങൾ, ചില രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മളറിയുന്നൊരു കാര്യം, ഇത് ഇന്ത്യ ജീവിക്കുന്നത് ഒരു ഭരണഘടനാ സംവിധാനത്തിനകത്താണ്. ഇന്ത്യൻ ഭരണാധികാരികൾക്ക് വിധേയത്വമുള്ളത് ഇന്ത്യയിലെ ജനങ്ങളോടും ഭരണഘടനയോടുമാണ്. എന്നാൽ പലപ്പോഴും നാം കണ്ടുവരുന്നൊരു കാര്യം, ഇത്തരം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് വേണ്ടി കാതോർക്കുന്നത് നാഗ്പൂരിലേക്കോ AKG സെൻറ്ററിലേക്കൊക്കെയാണ് എന്നത് ഇന്ത്യൻ ജനത പൊതുവിൽ നേരിടുന്ന ഒരു ദുരന്തമായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ കേരളത്തിലുള്ള സ്ഥിതിവിശേഷം അതീവ ഗുരുതരമാണെന്നും ഇവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്നും പറയുമ്പോൾ ഇതിനേക്കാൾ ഗുരുതരമായ സാഹചര്യങ്ങളാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് RSSൻ്റെയോ BJPയുടെയോ ഏകപക്ഷീയമായ വാദം നിലനിൽക്കാത്തതുപോലെ തന്നെ ഇവിടെ എന്തോ ഒരു സൽഭരണം നടക്കുന്നുണ്ട്, അതിൻ്റെ അസൂയ പൂണ്ടാണ് BJPക്കാർ ഇത് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നതിനോട് നമുക്ക് തൽക്കാലം യോജിക്കാൻ കഴിയില്ല. കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം സുരക്ഷിതമായ അവസ്ഥയിലൊന്നും അല്ല ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് ദൈനംദിനമായ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതാണ് നാം യഥാർത്ഥത്തിൽ ജനാധിപത്യത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങളുടെ സുരക്ഷയുടെ ഉത്തരവാദിത്വം ആർക്കാണ് ഉള്ളത് എന്നതാണ്. അത് കേവലമായി സർവകക്ഷി യോഗം തീരുമാനിക്കേണ്ടതല്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. മറിച്ച് അതിനിവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്, ഒരു ഭരണ സംവിധാനമുണ്ട്, പോലീസ് സംവിധാനമുണ്ട്, സേനയുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണോ നിയമം ലംഘിച്ചുകൊണ്ട് അതിക്രമം കാണിക്കുന്നത് അവർക്കെതിരെ നിഷ്പക്ഷമായ നടപടിയെടുക്കാൻ ഭരണാധികാരികൾ തയ്യാറാണ്. താങ്കൾ ജനാധിപത്യത്തെ നിർവചിക്കുമ്പോൾ അത് ഏറ്റവും നിഷ്പക്ഷമായി പ്രവർത്തിക്കുക പോലീസ് സംവിധാനത്തിലൂടെ ആകുമെന്ന് പറഞ്ഞു വെക്കുകയാണോ? എങ്കിലത് അമ്പേ അബദ്ധമാണ്. മാത്രമല്ല, അങ്ങേക്കറിയുന്നത് പോലെ പാർലമെന്ററി ജനാധിപത്യമാണ് നമ്മുടെ ഭരണ സംവിധാനം എന്ന് വെച്ചാൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. അതുകൊണ്ട് സർവകക്ഷി യോഗം തന്നെയാണ് പരമാവധി ജനപ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ കഴിയുന്ന ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഒരു സംവിധാനം. ഈ സർവകക്ഷി യോഗം എന്ന് പറയുന്നത് സർവകക്ഷികളുടെയും താല്പര്യത്തിൻ്റെ പ്രശ്നമാണ്. ഈ സർവകക്ഷി യോഗം യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഭരണഘടനാപരമായിട്ടുള്ള നിയമപരമായിട്ടുള്ള സംവിധാനം കുറ്റമറ്റതായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് സർവകക്ഷി യോഗം കൂടേണ്ടത്. അതല്ലാതെ അവരുടെ താല്പര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാനുള്ള കാര്യമാകരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇവിടെ മർമ്മപ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ, അത് CPM ആയാലും RSS ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും, അവസരം കിട്ടിയാൽ എതിരാളിയെ ആക്രമിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്യുക എന്നത് നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നൊരു കാര്യമാണ്. ഈ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന് അറുതി വരുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ഇതിനകത്ത് കേവലമായി BJPയെയോ CPMനെയോ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എന്നും, മറിച്ച് പൗരസമൂഹത്തിൻ്റെ, പൊതുസമൂഹത്തിൻ്റെ സുശക്തമായ ഇടപെടലിലൂടെ മാത്രമേ ഇത് പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അസാധാരണമായ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. ശ്രീ സണ്ണി എം കബിക്കാട്, ഇവിടെ RSS ദേശീയ നേതൃത്വം വളരെ കൗശലത്തോടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ശ്രീ വാഴക്കൻ പറയുകയുണ്ടായല്ലോ, ഒരു വിഭാഗം ഇവിടെ ഹിന്ദു ഭൂരിപക്ഷത്തിൻ്റെ സംരക്ഷകരുടെ വേഷം കെട്ടുന്നു, മറുഭാഗത്ത് CPM പറയുന്നത് ഈ ഭൂരിപക്ഷത്തിൻ്റെ ആക്രമണത്തിന് വിധേയരാകാതെ ന്യൂനപക്ഷത്തെ പരിരക്ഷിക്കുന്ന രക്ഷാകവചമാണ് ഞങ്ങൾ എന്ന് സ്വയം അവതരിക്കുന്നുവെന്ന്. ഇതൊന്നും വേണ്ടാതെ തന്നെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും സുഖകരമായി ഇവിടെ സഹവർത്തിച്ചു പോയിക്കൊള്ളും എന്നുമാണ് ശ്രീ ജോസഫ് വാഴക്കൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന് പോലും ഇത്തരമൊരു വിശ്വാസമുണ്ടോ? അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ, എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ രാമഭദ്രൻ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ലേഖനം എഴുതുകയുണ്ടായി. അതിൽ അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. ഇവിടെ ഇപ്പോൾ CPM കൊല ചെയ്തിരിക്കുന്ന 4 പേർ എന്നത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ഈ ദളിത് വേട്ട എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണ് രാമഭദ്രൻ്റെ ആശങ്ക. ഇതിനാണ് ദത്താത്രേയം പറയുന്നത്, ഞങ്ങളുടെ കാര്യവാഹകരിൽ ധാരാളം പേർ സാധാരണക്കാരാണ്. ദളിത വിഭാഗങ്ങൾ വലിയൊരു രൂപത്തിൽ ഞങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ പ്രവർത്തകരായി നിൽക്കുകയാണ്. അവരെ CPM തെരഞ്ഞു പിടിച്ച് വേട്ടയാടുന്നു. അങ്ങനെ ഒരു ദളിത് വിരുദ്ധത CPMന് മേൽ ഇപ്പോൾ പ്രത്യേകം ആരോപിക്കുന്നത് എന്ത് രാഷ്ട്രീയം വെച്ചുകൊണ്ടാണ് ശ്രീ സണ്ണി എം കബിക്കാട്?
അത് വളരെ വ്യക്തമാണ്. ഈ പറയുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ, കേരളത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ അത് കൊല്ലപ്പെടുന്ന BJP-ക്കാരിലും കൊല്ലപ്പെടുന്ന CPM-കാരിലും ബഹുഭൂരിപക്ഷവും ദളിതരോ പിന്നോക്കക്കാരോ ആയിട്ടുള്ള സാധാരണക്കാരാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് വളരെ ബോധപൂർവമായി CPM BJP-ക്കകത്തെ ദളിതരെ തെരഞ്ഞു പിടിച്ചു കൊല്ലുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ഫേക്കായിട്ടുള്ള ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പറയുന്ന ഒരു മുറവിളി മാത്രമാണ്. ഇവർ തന്നെയാണ് വ്യാപകമായി ഇങ്ങനെ മുറവിളിക്കുന്ന RSSന്റെ ചെറു സംഘങ്ങളാണ് വ്യാപകമായി ദളിത് വിരുദ്ധമായ കലാപങ്ങൾക്ക് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നേതൃത്വം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തരം പരസ്പര ആരോപണങ്ങളുടെ യുക്തിക്കകത്തല്ല ഈ പ്രശ്നം ചർച്ച ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ വിനീതമായൊരു അഭിപ്രായം. രാജേഷ്, ആദ്യം ശ്രീ മുഹമ്മദ് റിയാസ് പറഞ്ഞതിനുള്ള മറുപടികൾ. ഇവിടെ കേരളത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടെ മുഴുവൻ അക്രമ സംഭവങ്ങൾ നടക്കുകയാണ്, രാഷ്ട്രപതി ഭരണം വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മറുപടി പറയേണ്ടത് UP-യെ പറ്റിയാണ്, നിങ്ങൾ മറുപടി പറയേണ്ടത് മധ്യപ്രദേശിനെ പറ്റിയാണ്, മഹാരാഷ്ട്രയെ പറ്റിയാണ്, രാജസ്ഥാനെ പറ്റിയാണ്. വേണോ, ഇത് CPM-ന്റെ ഒരു തന്ത്രമാണ്. കേരളത്തിലെ കാര്യം പറയുമ്പോഴേക്കും ഉഗാണ്ടയും എത്യോപ്യയും ഉത്തർപ്രദേശും ഗുജറാത്തും പറഞ്ഞിട്ട് കേരളത്തിലെ ചർച്ചകളിൽ നിന്നും വഴിമാറ്റുക എന്നുള്ളതാണ് CPM-ന്റെ ഒരു തന്ത്രം. ഞാൻ ഉത്തർപ്രദേശിൽ മറുപടി പറയാൻ തയ്യാറാണ്. ഉത്തർപ്രദേശിൽ നിങ്ങൾ 4,000 ആക്കണ്ട, 40,000 ആക്കിക്കോളൂ. 40,000 ആക്കിയോ റിയാസ്. അവിടെ പ്രതിപക്ഷമുണ്ടല്ലോ, SP സമാജ്വാദി പാർട്ടി ഉണ്ടല്ലോ, BJP-യുമായി ആജന്മ വിരോധം പുലർത്തുന്ന മായാവതി ഉണ്ടല്ലോ. അവർ റേസ് ചെയ്യട്ടെ ഇഷ്യൂസ്, അവർ പ്രസിഡന്റ് മുൻപാകെ അവർ പോകട്ടെ. അങ്ങനെ അവിടെ ലോ ആൻഡ് ഓർഡർ തകർന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊക്കെ തന്നെ ആവശ്യപ്പെടാമല്ലോ. റിയാസ്, കേരളത്തിൽ നിന്ന് ചർച്ച എന്താ കേരളത്തിൽ ചർച്ച ചെയ്യാൻ ഭയക്കുന്നു? ഇവിടെ വേണു പറഞ്ഞ ശ്രീ വാടിക്കൽ രാമകൃഷ്ണൻ, 1968 കൊല്ലപ്പെട്ട ശ്രീ വാടിക്കൽ രാമകൃഷ്ണനിൽ നിന്ന് ആരംഭിച്ച് 2017 നമ്മുടെ ശ്രീകാര്യം രാജേഷിലെത്തി നിൽക്കുമ്പോൾ 285 പേർ, അതിൽ 2016 വിനീഷ് വരെയുള്ളവരുടെ ഫോട്ടോയും ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. വാടിക്കൽ രാമകൃഷ്ണനെ കൊല്ലപ്പെടുത്തിയ കേസിലെ 2ാം പ്രതി ആരാണ് എന്നുള്ള കാര്യം അങ്ങേക്ക് അറിയാമല്ലോ. ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുക, ഇന്നത്തെ കേരള മുഖ്യമന്ത്രി. ഈ പുസ്തകത്തിൽ കാണുന്നതും അതിനുശേഷം ഇത് പ്രധാനമന്ത്രി 2016 കോഴിക്കോട് പ്രകാശനം ചെയ്ത ആഹുതി എന്നുള്ള ഞങ്ങളുടെ സ്മരണികയാണ്. ഇതിൽ പറയുന്നതും പറയാത്തവരും ആയിട്ടുള്ള ഞങ്ങളുടെ ബലിദാനികളൊക്കെ തന്നെ കൊല്ലപ്പെട്ടിട്ടുള്ളതിൽ 90% മാർക്സിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുമ്പോഴാണ്. അതിനർത്ഥം സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡറാണ് നടക്കുന്നത്. ഇന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സഹസർക്കാരിയായ ദത്താത്രേയജി പറഞ്ഞത് ഒരു ഗവൺമെൻറ് തന്നെ ഒരു ടെററിസം കൊലപാതകം സ്പോൺസർ ചെയ്യുന്നു, അതുകൊണ്ടാണ് ഈ വിലയിരുത്തലിലെത്തിയത്. ഇനി ശ്രീ ജോസഫ് വാഴക്കനോട് അങ്ങയോട് ഞാൻ വിനയപുരസ്സ ഒരു കാര്യം ഓർപ്പിക്കുന്നു. അങ്ങ് പറഞ്ഞു RSSൻ്റെ ഏതോ ഒരു നേതാവെന്ന്. എന്നെക്കാൾ കൂടുതൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവിതചരിത്രം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് അങ്ങനെയെന്ന് ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇന്ത്യ ചൈന യുദ്ധ സമയത്ത് ഇന്ത്യൻ പട്ടാളത്തോടൊപ്പം മാർച്ച് ചെയ്യാൻ വേണ്ടി ഒരു അച്ചടക്കമുള്ള സംഘടന എന്നുള്ള നിലയ്ക്ക് ജവഹർലാൽ നെഹ്റു ക്ഷണിച്ച ഇന്ത്യയിലെ ഏക സംഘടന രാഷ്ട്രീയ സ്വയംസേവക സംഘമാണ് എന്നുള്ള കാര്യം അങ്ങയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു. സബ്ജക്ട് ടു കറക്ഷൻ, P. രാമചന്ദ്രൻ എന്ന കോൺഗ്രസ് നേതാവ് കേരള ഗവർണറായിരുന്നപ്പോൾ ആലപ്പുഴ നടന്നൊരു കലാപവുമായി ബന്ധപ്പെട്ട് K. കരുണാകരൻ എന്ന മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയ ഒരു ചരിത്രം അങ്ങ് ഒരിക്കൽ കൂടി ഓർത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി എം കബിക്കാട്, അങ്ങ് ഒരു ദളിത് ആക്ടിവിസ്റ്റ് കൂടിയാണ്, ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു. ഞാൻ പറയട്ടെ, അങ്ങ് പലപ്പോഴും ആ രീതിയിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ BJP പ്രവർത്തകരായ ദളിതുകൾ കൊല്ലപ്പെടുമ്പോഴേക്കും അങ്ങ് ആംഗിൾ മാറ്റുന്നു. 4 പേർ, പാറശാല അനിൽകുമാർ, കണ്ണമ്മൂല വിഷ്ണു, തൃശ്ശൂരിൽ നിർമ്മൽ, ഇപ്പോൾ ശ്രീകാര്യത്ത് രാജേഷ്, ഇവർ 4 പേരെയും ദളിത് പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് തെരഞ്ഞെടുപ്പിച്ച് തന്നെയാണ് CPM വകവരുത്തിയത്. കാരണം CPIM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്ക് എന്ന് പറയുമ്പോൾ ദളിതരും OBC-കാരുമാണ്. ഈ വിഭാഗങ്ങളുടെ ഇടയിൽ BJP വരേണ്യവർഗമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാലം അവരെ BJP-യിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞൊരു 10-15 വർഷമായി നടത്തുന്ന ബോധപൂർവമുള്ള ഇടപെടലുകളിലൂടെ അവിടെ നിന്നുള്ള ചെറുപ്പക്കാരും വനിതകളും ദളിത് വിഭാഗത്തിലും OBC വിഭാഗത്തിലും പെട്ടവർ നിരവധിയായി BJP-യിലേക്ക് എത്തുകയും ശ്രീകാര്യത്ത് എന്താ സംഭവിച്ചതെന്ന് കരുതിയാൽ രാജേഷ് കൊല്ലപ്പെട്ട ആ കോളനിയിൽ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എടവക്കോട് വാർഡിൽ CPM ജയിച്ചു വരുന്ന പരമ്പരാഗത വാർഡിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വെറും 48 വോട്ടിനാണ് CPM ജയിച്ചത്. BJP 2ാം സ്ഥാനത്ത് വന്നു. ആ പട്ടികജാതി കോളനി മുഴുവനും തന്നെ BJP-യിലേക്ക് എത്തിയത് രാജേഷിൻ്റെ പ്രവർത്തന ഫലമായിരുന്നു. അങ്ങനെ ദളിത് സമുദായത്തിൽ നിന്ന് വലിയൊരു ഒഴുക്ക് BJP RSS സംഘടനയിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ CPM-ന്റെ അടിത്തറ തകരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദളിത് പ്രവർത്തകരെ BJP പ്രവർത്തകരെ ആസൂത്രിതമായി ആക്രമിക്കുകയാണ്. ഇത് പറഞ്ഞത് രാജേഷിൻ്റെ അമ്മയും ഭാര്യയും പട്ടികജാതി കമ്മീഷൻ വൈസ് ചെയർമാൻ ശ്രീ മുരുകൻ വന്നപ്പോഴേക്ക് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞ തിരുവനന്തപുരം തഹസിൽദാറിന് സാക്ഷിയ ബഹുമാനപ്പെട്ട സണ്ണി എം കബിക്കാട് ആ ചരിത്രം ഒന്ന് മനസ്സിലാക്കണം. ഇനി ഞാൻ വേറൊന്നുകൂടെ പറയാം. വേണു നേരത്തെ പറഞ്ഞതുപോലെ RSSൻ്റെ കയ്യിലാണ് റിമോട്ട് കൺട്രോൾ എന്നുള്ളത് ഞാൻ യോജിക്കുന്നില്ല. അങ്ങേക്ക് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകും. ഞാൻ ഒരു കാര്യം പറയാം,
രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൽ നിന്നും ദർശനം ഉൾക്കൊണ്ട, പ്രവർത്തന രീതി ഉൾക്കൊണ്ട, ആശയം ഉൾക്കൊണ്ട പ്രവർത്തകർ BJP-യിലും ABVP-യിലും നിരവധി പ്രസ്ഥാനങ്ങളിലുണ്ട്. അവർ അവിടെ പോയി